ഹായ്, ഇതെവിടെയാണെന്നറിയാമോ? ഇതാണ് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ. ഇവിടെ നടത്തിവരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാർഷിക വിപണന മേളയാണ് ഓമല്ലൂർ വയൽവാണിഭം. ശരിക്കും ഞാൻ ഇവിടേക്കായിട്ട് വന്നതല്ല, ഈ വഴി പോയപ്പോൾ ഈ ബോർഡ് കണ്ടു കയറിയതാണ്. ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായിട്ടുണ്ട്. ഇത് പഴയതും പുതിയതുമായ ഒരുപാട് ഐറ്റംസ്. ഇതൊന്നും പുതിയ തലമുറയിലെ ആൾക്കാർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഉരൽ, ഉലക്ക, പറ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതൊന്നും വാങ്ങിയില്ലെങ്കിലും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇത് കണ്ടോ, ഇത് മുഴുവൻ കമ്മലുകളാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കമ്മലുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടാം. അധികം വിലയൊന്നുമില്ല, എന്തോ 20 രൂപ ജോഡിക്ക് അത്രയേ ഉള്ളെന്ന് തോന്നുന്നു. ഞാൻ ഈ ഓമല്ലൂർ വയൽവാണിഭത്തെപ്പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് വന്ന് കാണാൻ പറ്റുന്നത് ഇപ്പോഴാണ്. അത് ഒട്ടും പ്രതീക്ഷിക്കാതെ. ഈ കപ്പുകളും പാത്രങ്ങളും പ്ലേറ്റുകളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ? ഇത്തരം ഒരു സ്റ്റോളല്ല കേട്ടോ, കുറേ സ്റ്റോളുകൾ വേറെയുമുണ്ട് ഇത് സെയിം ഐറ്റംസിൻ്റെ തന്നെ. ഇതൊക്കെ കാണുമ്പോൾ വാങ്ങാതിരിക്കാൻ എങ്ങനെയാണ് തോന്നുക? എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ? ഞാനും അതുകൊണ്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. പിന്നെ മീൻചട്ടികളൊന്നും വാങ്ങിയില്ല കേട്ടോ. എനിക്ക് ഈ കുപ്പികളും ഗ്ലാസ്സുകളും ഒക്കെയാണ് ഇഷ്ടപ്പെട്ടത്. അതുകൂട്ട് കുറച്ച് വെറൈറ്റിയൊക്കെ ഞാനും വാങ്ങി. എല്ലാത്തരം പാത്രങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. സ്റ്റീൽ പാത്രം, മൺപാത്രങ്ങൾ, ഇരുമ്പ് പാത്രങ്ങൾ, അങ്ങനെ എല്ലാ വെറൈറ്റിയും. പിന്നെ വിത്തുകളുടെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മുടെ ചെറിയ പയർ വിത്ത്, പാവൽ, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ ചേന, ചേമ്പ്, കാച്ചിൽ, അങ്ങനെയുള്ള വലിയ വലിയ ഐറ്റംസ്. ഇതെല്ലാം സെപ്പറേറ്റ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇനിയും ഓപ്പൺ ആകാത്ത കുറേ സ്റ്റോളുകളും കൂടിയുണ്ട്. ശരിക്കും ഇന്നത് തുടങ്ങുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരമാണെന്നാണ് തോന്നുന്നത്. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാൻ ഈ വഴി പോയപ്പോൾ കണ്ടപ്പോൾ കയറിയതല്ലേ ഉള്ളൂ. പണ്ടൊക്കെ 1 മാസത്തോളം നീണ്ടു നിന്ന വിപണന മേളയായിരുന്നു ഇത്. ഇപ്പം ഇതത്ര ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടെ അടുത്തൊരു പാടം ഉണ്ടായിരുന്നു. ആ പാടത്ത് കന്നുകാലികളുടെ പ്രദർശനവും വിൽപ്പനയും ഒക്കെ നടന്നിരുന്നു. ഇപ്പോഴും കാണുമെന്ന് വിചാരിക്കുന്നു, എനിക്കറിയില്ല. ഇവിടുത്തെ ഈ സെക്ഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഒത്തിരി വെറൈറ്റി ചെടികൾ. ഞാനും കുറേയൊക്കെ വാങ്ങി. മറ്റ് സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഞാൻ കണ്ടതിലും ഒത്തിരി പ്രൈസ് കുറവുണ്ടായിരുന്നു. പല പല വെറൈറ്റി റോസസ്, ജമന്തി, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. എനിക്കിനിയും കുറേ ചെടികളൂടെ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ പിടിക്കുമെന്ന് ഡൗട്ടായതുകൊണ്ട് വാങ്ങിയില്ല. വാങ്ങിച്ച് വെക്കുന്ന ചെടികൾ പിടിക്കുവാണെങ്കിൽ ഞാൻ ഇനിയും മേടിക്കും. ബൊഗെയിൻവില്ലയുടെയൊക്കെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് വലുതും ചെറുതുമായ ഒത്തിരി. വിലയാണെങ്കിലും നമുക്ക് അഫോർഡബിളായ വിലയായിരുന്നു. അതുകൊണ്ട് ഞാനിതെല്ലാം കണ്ടുകൊണ്ട് നടന്നു. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണെന്നറിയില്ല. എനിവേ ഓമല്ലൂർ വാണിഭം നല്ല ഫേമസ് ആണ്, അതുകൊണ്ട് തിരക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. പൂച്ചെടികൾ മാത്രമല്ല കേട്ടോ, ഒത്തിരി ഫലവൃക്ഷത്തൈകളുമുണ്ട്. പ്ലാവും മാവും ഒക്കെ ഒരുപാട് വെറൈറ്റികൾ. മാവൊക്കെ ആണെങ്കിൽ ചെറിയ കവറിലും മാങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് നല്ല രസമുണ്ട്. വിലയൊന്നും ഞാൻ ചോദിച്ചില്ല കേട്ടോ ഇതിനൊക്കെ എത്രയാണെന്ന്. ഇതും വിൽക്കാൻ വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. എല്ലാ വർഷവും മാർച്ച് മാസത്തിലാണ് ഇവിടെ ഈ മേള നടക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ കാർഷിക വിപണന മേളയാണിത്. ഏകദേശം 800 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ മേളയ്ക്കെന്ന് കരുതപ്പെടുന്നു. ഇവിടെ ഈ സ്റ്റോൾ ഇട്ടിരിക്കുന്ന മിക്ക ആളുകളും വർഷങ്ങളായി ഈ കാർഷിക വിപണന മേളയിൽ പങ്കെടുക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ചെടികളും വാങ്ങി, ആവശ്യത്തിന് വീഡിയോയും എടുത്തു. ഇനി നമുക്ക് തിരിച്ചു പോയാലോ? ഒരു സൈഡിൽ സ്റ്റേജിൻ്റെ പരിപാടിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ആളുകൾ വന്നും പോയും ഇരിക്കുന്നു. വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ബോർഡ് കണ്ടത്. ഒരാഴ്ചത്തെ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് അതിലുണ്ട്. പോരുന്ന വഴിക്കാണ് ഈ ഘോഷയാത്ര കണ്ടത്. ഇതുണ്ടെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഇതുകൂടെ കണ്ടിട്ടേ പോരുള്ളായിരുന്നു. പുലികളിയുടെ വേഷം ചെയ്തവർ കുറച്ച് പേരുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുതിരവണ്ടി, കാളവണ്ടി, ഒട്ടകം, അങ്ങനെയുള്ള കുറേ മൃഗങ്ങളും, പിന്നെ കുറേ കൊച്ചു കൊച്ചു കലാരൂപങ്ങളും. ശരിക്കും ഇത് ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ, സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഒക്കെ ഒരു ആഘോഷമല്ലേ? ഈ ജനങ്ങളെ കണ്ടപ്പോൾ എനിക്കതാണ് തോന്നിയത്. എന്തുമാത്രം ആളുകളാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തത്. ഈ ഘോഷയാത്ര മുഴുവനും എനിക്ക് കാണാൻ സാധിച്ചില്ല. എങ്കിലും എന്നെങ്കിലും ഒരിക്കൽ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച ഈ ഓമല്ലൂർ വാണിഭവും
ഈ ഘോഷയാത്രയും എനിക്ക് കാണാൻ സാധിച്ചിടത്തോളം മാക്സിമം നിങ്ങളിലേക്കും എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. സീ യു.